അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്. അതിന്റെ പേരാണ് ബോബ ടീ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ബോബ ടീ കുടിച്ചിട്ടുണ്ടോ? അതിനെ ബബിൾ ടീ എന്നും പറയട്ടെ. നല്ല ടേസ്റ്റ് ആണ്, എന്റെ ഫേവറേറ്റ് ആണ്. അപ്പോ ഞാൻ എപ്പോഴും ബോബ ടീ കുടിക്കുന്നതാണ്. വീക്ക്ലി വൺസ് ഞാൻ എന്നും കുടിക്കും. പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഹോം മെയ്ഡ് ബോബ ടീ. അപ്പൊ ഞാൻ അതിന് 3 ഫ്ലേവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ വാങ്ങിച്ചിട്ടുള്ള ഫ്ലേവേഴ്സ് സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ? പിങ്ക് നല്ല രസമില്ലേ ഗൈസ്? എന്നിട്ട് മാംഗോ വാങ്ങിച്ചിട്ടോ. നല്ല ബ്രൈറ്റ് കളേഴ്സ് ആണ്. എന്നിട്ട് അവസാനം നോർമൽ ബോബ ടീ വാങ്ങിച്ചു. ഇത് ബ്രൗൺ ഷുഗറിനാണ് ഇതിന്റെ ഫ്ലേവർ. അപ്പൊ ഇതെല്ലാം വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ എന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്താക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ എം ഒബ്സെസ്ഡ് വിത്ത് ഇറ്റ്. മാത്രമല്ല ഞാൻ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ നമുക്ക് നല്ല വീഡിയോയിലേക്ക് പോയല്ലോ. പക്ഷെ ബോബ ടീ ഒക്കെ അവിടെ നിൽക്കട്ടെ. പോ നിങ്ങൾ എന്റെ ചാനൽ പുതിയതാണെങ്കിൽ ഹായ്, ഞാനാണ് ലളിത. നിങ്ങൾ എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പോസ്റ്റ് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. പിന്നെ കമന്റ്സിലായിരിക്കും ഒരു ഹാർട്ട് ആൻഡ് കൂടെ തരാം. അപ്പൊ നിങ്ങൾ എന്തായാലും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ എപ്പോഴും പോസ്റ്റ് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യാന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഞാൻ പോസ്റ്റ് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്റെ ചാനൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ, ഞാൻ പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കാണണമെങ്കിൽ ഈ പോസ്റ്റ് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലിങ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി വരും കേട്ടോ. ലവ് യു. നമുക്ക് എന്തായാലും പണിയിലോട്ട് പോവാം. ഞാൻ ഈ ഒരു കപ്പിലാണ് ഇത്രയും ബോബ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു 3 ബോബ ടീ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ, ഈ ഒറ്റൊരു കപ്പ് വെച്ചിട്ട്. അപ്പൊ ഇതിന് ഭയങ്കര സ്ട്രോബെറി സിറപ്പിന്റെ മണമാണ്, ഭയങ്കര എക്സ്ട്രാ സ്ട്രോബെറി സിറപ്പിന്റെ മണമാണ്. അയ്യോ, ഞാൻ എൻ്റെ കൊച്ചു പ്രായത്തില് സ്ട്രോബെറി കാൽപ്പോളില്ലേ, അതിന്റെ മണം പോലെ തോന്നുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത മണം. അപ്പൊ ഇത് നമ്മൾ ഇനി നേരെ പോയി ചൂടുവെള്ളത്തിൽ, തിളക്കുന്ന വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ബോബ തിളച്ച് ഒരു സോഫ്റ്റ് ബോബയായിട്ട് വരും. ബാ, കം ഓൺ, ഫോളോ മീ. അപ്പോൾ ഞാൻ ഇടാൻ പോവാണ്. ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നമ്മളുടെ ബോബ റെഡി. അപ്പൊ ഗൈസ് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര പുകയായിരുന്നു. ശുശു. അപ്പോൾ നമ്മൾ ഇനി ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ തിളച്ച് വരണം കേട്ടോ. നല്ലപോലെ ഫ്ലഫി ആയിട്ട് വരണം. അപ്പോൾ അതിന് ഞാൻ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മളുടെ അമ്മയെ കൊണ്ട് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറും കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞിട്ട് നല്ല ബ്ലിബ്ലാന്ന് പറഞ്ഞിട്ടുള്ള ഓർബി ബോൾസ് പോലെ ഇരിക്കും കേട്ടോ. അതിന് ശേഷം നമ്മൾ ടാപ്പ് വാട്ടർ വെച്ചിട്ട് ഇത് കഴുകുക. കണ്ടോ, ഇതെൻ്റെ അമ്മയാണ് ചെയ്യണത്. നിങ്ങളിത് അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കാരണം നല്ല ചൂടാണ്. മാത്രമല്ല നല്ല ബ്ലിബ്ലാന്നിരിക്കും. നല്ല ഓർബീസില്ലേ, ഞാൻ ഓർബീസ് വെച്ച് കളിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നല്ല പിങ്ക് കളറായിട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് ഞാൻ കുറച്ച് വെള്ളത്തിൽ 1 കപ്പ് പഞ്ചസാര ഇട്ടു. എന്നിട്ട് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ബോബ ഇല്ലേ, ബോബ ടാപ്പ് വാട്ടറിൽ കഴുകിയ ബോബ എടുത്തിട്ട് നമ്മൾ ഈ ഷുഗർ സിറപ്പിൽ വെച്ചിട്ട് 15 മിനിറ്റ്സ് ഇതൊന്ന് ബോയിൽ ചെയ്യുക. അപ്പോൾ നല്ല രസമായിരിക്കും. നല്ല സാറ്റിസ്ഫൈങ് ആണിത്. സ്ലോലി മാറണമാണ്. എനിക്ക് നല്ല രസമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവസാനം നമ്മൾ മിക്സ് ചെയ്ത് കുറേ നേരം മിക്സ് ചെയ്യണം ഗൈസ്. അങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ആയിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കൺസിസ്റ്റൻസി. എൻ്റെ ഫേവറേറ്റ് കളറുമാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും കൺസിസ്റ്റൻസി മാറി. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഈ സാധനമാണ് നമുക്ക് കിട്ടിയത്. നല്ല രസമില്ലേ? സെറ്റ് ചെയ്യേണ്ട സമയമാണ്. മാത്രമല്ലാതെ എൻ്റെ കൈ ഇത്തിരി പണിയില്ല. ഞാൻ തണുത്ത വെള്ളത്തിൽ അതുകൊണ്ടാണ് കൈ വയ്ക്കണത്. എൻ്റെ കൈ പൊള്ളി ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് തിളച്ചിരിക്കുന്ന സമയത്ത് കൈ വയ്ക്കരുത്, ഒട്ടും വയ്ക്കരുത്. എനിക്ക് ഭയങ്കരമായിട്ട് കൈ പൊള്ളിയും.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ നമുക്ക് ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ കുറച്ച് ക്രഷ് ഇട്ടിട്ട് അതിൽ കുറച്ച് പാലിട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യണ്ട, ജസ്റ്റ് മിക്സ് ചെയ്ത് നല്ലപോലെ ആ രണ്ടും മിക്സ് ആക്കുക. എന്നിട്ട് കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് കുറച്ച് ബോബ പേൾസ് ഇല്ലേ, ബോബ പേൾസ് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പാലൊഴിച്ചാൽ നമ്മൾ ബോബ റെഡിയാവും. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ഇട്ടാൽ മതി, കാരണം ബോബ പേൾസിലും ക്രഷിലും ഇഷ്ടംപോലെ ഷുഗർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഷുഗർ വേണമെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. പാലിവിടെ എടുത്തിട്ടുണ്ട്, അതിൽ നമുക്ക് ഇതൊന്ന് ഒഴിക്കാം. ഇനി നമുക്ക് കുറച്ച് ക്രഷ് വെച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഓ മൈ ഗോഡ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്ത് ചെയ്യാം? ഓ മൈ ഗോഡ്, മതി. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോബ പേൾസ് ആണ് നമുക്കിനി ആവശ്യം. അപ്പോൾ നമുക്ക് ബോബ പേൾസ് 3 സ്പൂണാണ് ആവശ്യം. വെയിറ്റ് ഗൈസ്, വെരി കെയർഫുൾ ആയിട്ടാണ് ഇടേണ്ടത്. 1 സ്പൂൺ ഇട്ടു, നമ്മൾ വേറൊരു സ്പൂൺ ഇടാം ഗൈസ്. ഒറ്റൊരു സ്പൂണും കൂടെ ഇട്ടിട്ട് വേറെ കുറച്ച് പണിയുണ്ട്. അയ്യോ, സൈഡിലായത് കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുക്കാം. ഓക്കെ പാലൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലൊരു മിക്സിങ് എടുക്കാം. ഞാനിത് പക്ഷെ ആദ്യമായിട്ട് ചെയ്യണോണ്ട് ഞാൻ കഴിച്ചു നോക്കാൻ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ബോബ ഭയങ്കര യമ്മിയാണോ അതോ ഫ്ലോപ്പാണോ ട്രൈ ചെയ്യാം. ക്രോസ് ഫിംഗേഴ്സ് ഗൈസ്, ക്രോസ് ഫിംഗേഴ്സ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കാം. പല ടേസ്റ്റുണ്ടോ? ബോബിക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ പാഴ്സൽ വാങ്ങിക്കുന്ന പോലെ തോന്നുന്നു. ആദ്യത്തെ ബോബ ശരിക്കും നല്ലതാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ എൻ്റെ ചാനലിൽ പുതിയതാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ പോസ്റ്റ് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക, പിന്നെ കമൻസിൽ എനിക്കൊരു ഹാർട്ടും കൂടെ തരാം. മാത്രമല്ലാതെ ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് കമൻസിൽ പിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ